നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമാസ് സെലിബ്രിറ്റി കിച്ചൺ റെയർ റെസിപ്പീസ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നു. വളരെ വളരെ സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സൂപ്പ്. അതായത് സാധാരണ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുമ്പോൾ ഈ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് സൂപ്പ്. അപ്പോൾ പലവിധം സൂപ്പുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഈ വെജിറ്റബിൾസ് ഉള്ള വെജിറ്റബിൾ ക്ലിയർ സൂപ്പ്. അല്ലെങ്കിൽ ക്ലിയർ വെജിറ്റബിൾ സൂപ്പ്. അതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. കണ്ടില്ലേ, ഈ 5 വെജിറ്റബിൾസ് ആണ് നമ്മൾ ഇന്ന് സൂപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് സ്പ്രിംഗ് ഓണിയൻ, കോൺ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്. ഈ 5 പച്ചക്കറികൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നു. ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ, ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, സ്പ്രിംഗ് ഓണിയൻ, കോൺ. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്. ഈ 3 തരത്തിലുള്ള 3 ടൈപ്പ് സോസ് നമ്മൾ ഉപയോഗിക്കുന്നു. പെപ്പർ പൗഡർ, സോൾട്ട്. ഈ സാമഗ്രികളാണ് നമ്മൾ സൂപ്പ് ചെയ്യാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് എന്നുള്ളത് നമ്മൾ നോക്കി. ഇപ്പോൾ ഇത് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വരിക. ആദ്യം ബർണർ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടില്ലേ, ഫ്ലെയിം വന്നു. ഫ്ലെയിമിന്റെ പുറത്ത് പാത്രം വെക്കുന്നു. പാത്രത്തിന്റെ മൂടി അടുത്ത് വെക്കുന്നു. എന്നിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 1 ലിറ്ററോളം ശുദ്ധമായ വെള്ളം ഈ പാത്രത്തിൽ ഒഴിക്കുക. ഈ വെള്ളം ചൂടാകുമ്പോൾ ഇതിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്നായി ഇതിൽ ചേർക്കണം. ആദ്യം ക്യാരറ്റ് വെള്ളത്തിലിടുക. അടുത്തത് ബീൻസിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിലിടുക. ഇത് ഗ്രീൻ പീസ്, പട്ടാണി വെള്ളത്തിലിടുന്നു. അടുത്തത് സ്പ്രിംഗ് ഓണിയൻ, അതിന്റെ പീസസ്. ഇത് പ്രത്യേകം എനിക്ക് പറയേണ്ടത്, ഇത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു സംഗതിയാണ് സ്പ്രിംഗ് ഓണിയൻ. ഇത് ചോളം, കോൺ വെള്ളത്തിലിടുക. 1-2 പ്രാവശ്യം നല്ലപോലെ അത് മിക്സ് ചെയ്യുക. ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ അനുവദിക്കണം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വെജിറ്റബിൾസ് എല്ലാം പ്രീ കുക്ക് ചെയ്ത്, അതായത് കുക്കറിൽ വെച്ച് സ്റ്റീം ചെയ്ത് നമ്മൾ എടുത്ത് അങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് എൻ്റെ രീതി. കാര്യം നമ്മൾ ഈ സൂപ്പ് നമ്മൾ കഴിക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് ഹാഫ് കുക്ക്ഡായി ഇരുന്നത്, അത് നമുക്ക്
ഹെൽത്തിയാണ് എന്ന് മാത്രമല്ല അതിന്റെ സ്വാദും കൂടും. ഇപ്പൊ മൂടി വെക്കുന്നു. ഒരു 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഈ മൂടി തുറക്കുമ്പോൾ കണ്ടില്ലേ, നല്ലപോലെ തിളയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്, ഈ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇതിലിടുന്നു. അതിൻ്റെ കൂടെ ഉപ്പ് സ്വാദിന് മാത്രം, കൂടുതലിടല്ലേ, ഉപ്പ് ആരോഗ്യത്തിന് നല്ലതല്ല. നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോ ഇതിന്റെ അടുത്ത സ്റ്റേജാണ്. ഒരു 10 മിനിറ്റ് കൂടി ഇത് കുക്കാവണം. മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ കണ്ടില്ലേ, നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് റെഡിയായി. നല്ല മണം, നല്ല ഫ്ലേവർ. ഓക്കെ, ഇതാണ് വെജിറ്റബിൾ ക്ലിയർ സൂപ്പ്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇതിന്റെ സെർവിങ്, ഇത് നമ്മൾ സെർവ് ചെയ്യേണ്ട രീതി, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ബൗൾ തട്ടിൽ വെച്ച് ഒരു സ്പൂണും ഇതിൽ ഈ വെജിറ്റബിൾ സൂപ്പ് ഈ ബൗളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടില്ലേ, ആവശ്യം അനുസരിച്ച് വെജിറ്റബിൾസും വെള്ളവും. ഇപ്പോ ഇതില് ഈ സോസ് നമ്മൾ വെച്ചിട്ടില്ലേ, 3 ടൈപ്പ് സോസ്, അത് കുറച്ച് കുറച്ച് മിക്സ് ചെയ്യണം. ആദ്യമായി റെഡ് ചില്ലി സോസ്, ഫ്യൂ ഡ്രോപ്സ്. നമ്മുടെ ആവശ്യമനുസരിച്ച്, ചിലർക്ക് കുറച്ച് മതി, ചിലർ കൂടുതൽ വേണം. ഇത് ഗ്രീൻ ചില്ലി സോസ്. അടുത്തത് ഒരു ഫ്യൂ ഡ്രോപ്സ് സൂപ്പിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. അടുത്തതായി സോയാ സോസ്. ഈ സോസ് എല്ലാം നമ്മൾ ഒന്നും വീട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റങ്ങളാണ്. ഓക്കെ, വീട്ടിൽ ചെയ്ത് മെനക്കെടേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 5-6 ഡ്രോപ്സ് സോയാ സോസ് ഇതിൽ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യണം. ഇതാണ് വെജിറ്റബിൾ ക്ലിയർ സൂപ്പ്. വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് റെഡി ടു സെർവ്. വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് ഇത് ചെയ്യുന്ന രീതി നമ്മൾ നോക്കി. വീട്ടിൽ ചെയ്ത് നോക്കൂ, വീട്ടിലേ ചെയ്യാൻ നോക്കൂ, ഹോട്ടലുകളിൽ കിട്ടില്ല. ഓക്കെ, എന്നിട്ട് എനിക്ക് എഴുതുക mohansharma@celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.